ഞാൻ പറയാണ് ഇപ്പൊ ഞങ്ങള് സിനിമാക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് പിഷാരടിയെ മുഖ്യമന്ത്രിയാക്കിയത്. ചേച്ചിയുടെ പ്രതീക്ഷ എന്താണ്? 10-ാം തീയതി ആരായിരിക്കും കസാരയിരിക്കും, മുഖ്യമന്ത്രി കസാരയിരിക്കും? അതാണ് ഇപ്പത്തെ ഒരു ഞങ്ങൾ ഫുൾ സപ്പോർട്ട്. ചേച്ചി ഇരിക്കണം. BD സൈസിന് പകരം ചേച്ചി ഇല്ല. ഫ്ലെക്സ് ഒക്കെ ഒട്ടിക്കണം നമുക്ക്. മുഖ്യമന്ത്രി ആവുന്നവരൊക്കെ ഫ്ലെക്സ് നാട് മുഴുവൻ ഫ്ലെക്സ് ഒട്ടിച്ചോണ്ടിരിക്കും. ഓക്കെ, മുഖ്യമന്ത്രി ആകാൻ പറ്റിയ ഒരാളിരിക്കും. ചേട്ടൻ എന്താ കാഴ്ച ഒരു സാധാരണ ജനത നില ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ചേട്ടൻ ആരാവണം എന്നാണ് ആഗ്രഹം? മുഖ്യമന്ത്രി കസേരയിൽ ആരിക്കണം? മോനെ ആരായാലും നമുക്ക് സന്തോഷമുള്ളൂ. ആരായാലും ജനങ്ങളെ നന്നായിട്ട് നോക്കുക. അതിപ്പോ 102 സീറ്റ് വാങ്ങിച്ച് UDF അല്ലേ ഭരണത്തിൽ വന്നിരിക്കുന്നത്. UDF ഉള്ള ആരെങ്കിലും അല്ലേ മുഖ്യമന്ത്രി ആവാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ആരാവണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് വരുന്നത് ആരായാലും നമ്മുടെ ജനങ്ങളുടെ സാധാരണക്കാരുടെ കാര്യങ്ങൾ അറിഞ്ഞും കേട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു മുഖ്യമന്ത്രി വന്നാൽ നമുക്ക് സന്തോഷം. പക്ഷെ ഇപ്പത്തെ ഒരു സാഹചര്യം ന്യൂസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോ ഇപ്പത്തെ പൊളിറ്റിക്സ് പറഞ്ഞ തമാശ രൂപേണ ആളുകൾക്ക് ചിരിക്കാൻ ലെവലിലേക്ക് ആയിക്കൊണ്ടിരിക്കണേ. റോഡുകളിൽ അവരവർ തന്നെ ഫ്ലെക്സ് വെക്കുന്നു, കുറെ ആൾക്കാർ മറ്റേ പൂജ ചെയ്യുന്നു, ഞാൻ മന്ത്രി ആവണം എന്നിട്ട്. ഇതിപ്പോ എല്ലാവർക്കും ആഗ്രഹിക്കാലോ, ഇപ്പൊ ആർക്കും വേണേലും ആഗ്രഹിക്കാലോ. ഇപ്പൊ ഞാൻ പറയാണ് ഇപ്പൊ ഞങ്ങള് സിനിമാക്കാരുടെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് പിഷാരടിയെ മുഖ്യമന്ത്രിയാക്കിയത്. എന്താ കുഴപ്പം? നല്ലതല്ലേ? ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു. എന്തോ അങ്ങനെ അവനെ പറഞ്ഞു പിഷാരടി മുഖ്യമന്ത്രിയാവും. അപ്പൊ അതാ പറഞ്ഞേ, ഓരോരുത്തർക്കും ആഗ്രഹിക്കാം, ആർക്ക് വേണേലും എന്തോ ആഗ്രഹിക്കാം. പക്ഷെ അതല്ല, അത് പിന്നെ അതിന്റെ ഇപ്പൊ അവരെല്ലാം ഓരോ നേതാക്കന്മാരും പറഞ്ഞേക്കുന്നത് എന്താ, ഹൈക്കമാൻഡ് തീരുമാനിക്കും അല്ലെ? അങ്ങനെയല്ലേ അതിന്റെ പ്രൊസീജിയർ. ഇപ്പൊ കോൺഗ്രസിൽ അങ്ങനെ ഒരു കീഴ്വഴക്കമുണ്ട്. അവരുടെ ഒരു പ്രൊസീജിയറുണ്ട്, മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് പല ചർച്ചകൾ നടക്കും. ആരെങ്കിലും ഒക്കെ വരും അല്ലേ? വരുന്നത് നല്ലതായിരിക്കണം, അത്രേ ഉള്ളൂ. ഈ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കണം? ഒരു പിടിയില്ല, എല്ലാരും പ്രതിപക്ഷ നേതാവാട്ടെ. എന്തായാലും പടം തൂക്കിണ്ട്. നമ്മ ക്ലൈമാക്സ് കൊണ്ട് തീയായിരുന്നു തിയേറ്ററില്ല. പടം തൂക്കിണ്ട്, ഒരു രക്ഷയില്ല. ക്ലൈമാക്സ് സിനിമയുടെ റിവ്യൂ ചോദിക്കാൻ വന്നിട്ട് അതിനെ പറ്റി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചോ നിങ്ങൾ ആരെങ്കിലും? സിനിമ അടിപൊളിയാണ്. സിനിമേന്റെ പ്രശ്നമില്ല, സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഈ മുഖ്യമന്ത്രി ആരാവുന്ന പ്രശ്നമേ. സിനിമ എല്ലാവരും ഏറ്റെടുത്തു, പക്ഷെ മുഖ്യമന്ത്രി ഏറ്റെടുത്തല്ലോ. മുഖ്യമായിട്ടും സിനിമ കാണണം, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊക്കെ പറഞ്ഞോ? കാരണം ഇതിപ്പോ നമ്മളെപ്പോലുള്ള ആൾക്കാരും പിന്നെ നമ്മളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഷെയ്നൊക്കെയാണ് അഭിനയിച്ചിട്ടുള്ളതൊക്കെ. അപ്പൊ അങ്ങനെ ഭയങ്കര വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയൊന്നും അല്ലല്ലോ. അപ്പൊ നിങ്ങളെപ്പോ ഉള്ളവര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്താലാണ് അല്ലേ നല്ല ഭംഗിയായി വരിക. അപ്പൊ അതാണ് മാക്സിമം നല്ല സൂപ്പറാണ്. അതുകൊണ്ട് ഇങ്ങനെ അങ്ങനെ കുറച്ച് സോപ്പിട്ടിട്ടെന്ന് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന വിചാരിച്ചിട്ടല്ലേ? ഞാൻ സൂപ്പറാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ തന്നെ സൂപ്പർ. അല്ലെങ്കിൽ ഞാൻ ആരെന്നെ പ്രോത്സാഹിപ്പിച്ചില്ലല്ലോ. എപ്പോഴും അമ്മ ഉണ്ടാവും അല്ലേ? അതറിയോ, നിങ്ങളാരും എന്നെ പ്രോത്സാഹിപ്പിക്കുന്നില്ലല്ലോ. ഒരാളെങ്കിലും വേണ്ടേ പ്രോത്സാഹിപ്പിക്കാൻ? അതുകൊണ്ട് പക്ഷെ ഭയങ്കര പ്രോത്സാഹനമാണ്. അതാണ്. ഇതെന്താ ഡോളറോ? അവിടെ ആരും വന്നു. നമ്മുടെ ടീം ഞങ്ങൾക്ക് അമേരിക്ക വരുമാനം, അതാണ് ഡോളേഴ്സ്. ഷെയ്ൻ ബ്രോ വരില്ലേ? ഓക്കെ.